ജീവജാലങ്ങളിൽ മനുഷ്യന് മാത്രം കൈവരിക്കാൻ പറ്റിയ ഒരു കഴിവാണ് മനോനിയന്ത്രണം. ഈ ലോകത്ത് ഏറ്റവും വലിയ വിജയി ആരെന്ന് ചോദിച്ചാൽ ഈ ലോകം മുഴുവൻ കീഴടക്കിയ ആൾ അല്ല, സ്വന്തം മനസ്സിനെ നിയന്ത്രിച്ച് വരുതിയിൽ വെച്ച ആൾ ആണ്. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ മനോനിയന്ത്രണം നഷ്ടപ്പെടുന്ന രീതിയിൽ ഉള്ളതാണല്ലോ. ശബ്ദകോലാഹലങ്ങളും കണ്ണുകളെ വിസ്മയിപ്പിക്കുന്ന പല കാഴ്ചകളും കൊണ്ട് നമുക്ക് ചുറ്റും പുതിയ ലോകം വിരാജിക്കുന്നു. എന്നാൽ മനസ്സിന് നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ ഈ കാഴ്ചകൾക്കും കേൾവിക്കും അടിപ്പെട്ട് ജീവിതം നഷ്ടസ്വർഗമായി പോകും. പണ്ടുകാലം മുതൽക്കേ മനുഷ്യൻ അന്വേഷിക്കുന്ന ഒരു അറിവാണ് എങ്ങനെ മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാം എന്നത്. പലരും ചില ടെക്നിക്കുകൾ പഠിച്ചിരിക്കാം, എന്നാൽ പരിശീലിക്കാത്തതിനാൽ മനോനിയന്ത്രണം കിട്ടാതെ അലയുകയായിരിക്കും. മനോനിയന്ത്രണത്തിനുള്ള ടെക്നിക്കുകൾ പഠിച്ചാൽ അത് ദിവസവും കുറച്ച് സമയം പരിശീലിക്കണം. പരിശീലനം കൊണ്ട് സിദ്ധി കൈവരൂ. പരിശീലിച്ചില്ലെങ്കിൽ അറിവ് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇപ്പോൾ തന്നെ ദൃഢപ്രതിജ്ഞയെടുക്കുക, ദിവസവും മനോനിയന്ത്രണത്തിനായി പരിശീലനം ചെയ്യും എന്ന്. ഇനി പരിശീലനം വിശദീകരിക്കാം. മനസ്സും ശ്വാസോച്ഛ്വാസവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. ശ്വാസം നിയന്ത്രണത്തിൽ കൊണ്ടുവരുമ്പോൾ മനസ്സ് നിയന്ത്രണത്തിൽ താനേ വരും. ഒരിടത്ത് സ്വസ്ഥമായി കസേരയിൽ ഇരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, ദീർഘമായി ശ്വാസം മൂക്കിലൂടെ ഉള്ളിലേക്ക് എടുക്കുക, അതുപോലെ ദീർഘമായി പുറത്തേക്ക് വിടുക. ഇങ്ങനെ തുടക്കത്തിൽ 30 പ്രാവശ്യം ആവർത്തിക്കുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിലും പുറത്തേക്ക് വിടുന്നതിലും മാത്രം ആയിരിക്കണം. ഈ പരിശീലനം ഒരു ശീലമാക്കിയെടുക്കുക. ദിവസവും രാവിലെയും വൈകിട്ടും പരിശീലിക്കുക. നിങ്ങളറിയാതെ മനസ്സ് നിയന്ത്രണ വിധേയമാവുന്നത് അനുഭവിച്ചറിയാൻ കഴിയും. താങ്ക് യു.